സഫലമീ ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷെവലിയർ ശ്രീ CL ജോസ് സാറിന് സ്വാഗതം. സന്തോഷം. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് അഖില കേരള റേഡിയോ നാടകോത്സവം 2ാം ദിവസം. ശോകപക്ഷി. ശ്രീ CL ജോസ് എഴുതിയ നാടകം. കരയാതെ മോളെ, വന്നതൊക്കെ വന്നു. നമുക്കിനി ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. വേണ്ട. വേണം. അത് ചെയ്തേ ഒക്കൂ. എനിക്ക് സമ്മതമല്ല. കാരണം മലയാള നാടക വേദിക്കും നാടക സാഹിത്യത്തിനും കേരള സമൂഹത്തിനും സംസ്കാരത്തിനും മൂല്യവത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഷെവലിയർ ശ്രീ CL ജോസ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ ചെയർമാൻ, ഇപ്പോൾ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഫെലോ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്, ഒട്ടനേകം മറ്റ് അവാർഡുകൾ, ഇവയൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിഭാധനനായ സാഹിത്യകാരൻ ശ്രീ CL ജോസിനെ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ സാറിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന തിരുവചനത്തിൻ്റെ ഒരു നേർസാക്ഷ്യം പോലെ സാറ് ഞങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നു. സാറിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വളരെയേറെ പ്രചോദനം നൽകുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുവരെയുള്ള സാറിൻ്റെ ആ ജീവിതാനുഭവങ്ങളുടെ സർഗാത്മകമായ ആ സാഹിത്യ സബരിയുടെ വെളിച്ചത്തിൽ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സാറിനെ തന്നെ ഒന്ന് വിലയിരുത്തി. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മനസ്സിന് സംതൃപ്തിയും തോന്നണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരി അതിന് പറ്റിയ ആളാവണം. ഒരു പത്രക്കാരൻ എന്നോട് ചോദിച്ചു, സംഘർഷാത്മകമാണല്ലോ നാടകം, സാറിൻ്റെ ജീവിതത്തിൽ സംഘർഷാത്മകമായ നാടകങ്ങൾ അനുഭവങ്ങൾ ഇന്ന് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ സാറിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മറ്റുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സംഘട്ടനമാണ് നാടകം എന്നെനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. എൻ്റെ സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നാടകത്തിന് ഉപയോഗിക്കാൻ തക്ക യോഗ്യമായ ഒരു സംഘടനാത്മകമായ രംഗങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയുന്നു എന്ന് പറഞ്ഞു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചു. അതിലാണ് എനിക്ക് ഇന്ന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ദൈവം എനിക്ക് വേറെ കേടുകളൊന്നും വച്ചിട്ടില്ല. BP ഇല്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ദൈവം വെച്ചിട്ടില്ല. കാരണം മനുഷ്യന് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിൽ വഴിതെറ്റിയുള്ള രീതി എനിക്കുണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കുമ്പോൾ
എനിക്ക് കടന്നു പോകുന്ന വഴിയിലൂടെ കളങ്കത്തിൻ്റെ അംശം പോലും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് അഹന്തയല്ല, ആത്മപ്രശംസയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഇത് ശ്രോതാക്കൾ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. സാറിന് അനേകം അവാർഡുകൾ സാഹിത്യ രംഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക അവാർഡ് ദൈവം സാറിനായിട്ട് മാറ്റി വെച്ചു. മഹത്തായൊരു സമ്മാനം, ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് തന്നെ പറയത്തക്ക വിധത്തിൽ സാറിന് ഷെവലിയർ സ്ഥാനം സഭ കൽപ്പിച്ച് നൽകി. അതിനെക്കുറിച്ച് സാർ എന്ത് പറയുന്നു? അത് ഒരു പക്ഷേ എൻ്റെ നാടക ജീവിതത്തിനും എൻ്റെ കുടുംബജീവിതത്തിനും ഒക്കെ കിട്ടിയ ഒരു അംഗീകാരവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു. ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ചതും ഞാൻ ഒരിക്കലും എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത, ഒരിക്കൽ പോലും ആശിച്ചിട്ടില്ലാത്ത ഒരു അംഗീകാരമാണ് ഷെവലിയർ പദവി. ഷെവലിയർ പദവി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത, അതൊക്കെ വലിയ വലിയ ആളുകൾക്കുള്ളതാണ് എന്നുള്ള സങ്കല്പത്തിൽ നീങ്ങി നിൽക്കുമ്പോൾ തൃശ്ശൂർ അരമനയിലേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസേട്ടാ, ബെനഡിക്റ്റ് 16 പരിശുദ്ധ പിതാവ് സാറിനെ ഷെവലിയർ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ സമയത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കൈകൾ വിറച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി എന്നുള്ള തുണ്ട് ഇടറിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സഭാസേവനത്തിന് കിട്ടിയ ബഹുമതി. അത് ഒരു പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ എൻ്റെ ഈ ഷെവലിയർ പദവിക്ക് മുമ്പ് ഞാൻ പിന്നീട് അറിഞ്ഞത് എൻ്റെ ഇടവകയിലിരുന്ന മുൻ വികാരിമാരോടൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന്. ഞാനറിയാതെ എൻ്റെ ബയോഡാറ്റ കളക്ട് ചെയ്തിട്ട് ആൻഡ്രൂസ് പിതാവ്, ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് റോമിൽ റെക്കമെൻഡ് ചെയ്തു. ഞാനറിയുന്നില്ല. എന്നൊരു ദിവസം കാണണം എന്ന് പറഞ്ഞു ചാൻസലർ അച്ഛൻ. അപ്പോൾ എന്താ വിശേഷം? പിതാവ് ഒന്ന് കാണണം എന്ന് പറഞ്ഞല്ലോ ജോസേട്ടനെ, വെള്ളിയാഴ്ച കാണണം. അപ്പോൾ എന്താ വിശേഷം? എനിക്കറിയില്ല. ആദ്യം ഇപ്പോൾ കാക്കനാട് ഒരു മീറ്റിങ്ങിലാണ്, KCBC മീറ്റിങ്ങിലാണ്, വെള്ളിയാഴ്ച 5 മണിക്ക് കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചെന്നു. 5 മണിയായപ്പോൾ എന്നെ ആ സമയത്ത് കോളേജ് സമരം നടക്കുന്ന കാലം, കോളേജിൻ്റെ ഈ സ്വാശ്രയ സമരം നടക്കുന്ന കാലം. ഞാനിനി അതിൻ്റെ സ്റ്റഡീഡല്ല. അപ്പോൾ ഇനി അതിനെപ്പറ്റി പറയാനും എഴുതാനും ഒക്കെ ആണോ വിളിക്കുന്നതെന്ന് പേടിയുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ പിതാവ് വാതിൽ തുറക്കുമ്പോഴേക്കും, ജോസേട്ടാ വന്നോ, ഇരിക്കേ എന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുമ്പോൾ എനിക്കുള്ള ഈ കാര്യം എന്ന്. അയ്യോ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വിളിച്ചത്. എന്ത് അവിടെ ഈ കാര്യം പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണ് ഏറ്റവും വലിയൊരു അവാർഡ്, ഒരു ഉന്നതമായൊരു പദവി അൽമായനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഹയ്യസ്റ്റ് ബഹുമതിയായ ഷെവലിയർ സ്ഥാനം കിട്ടി. അപ്പോൾ സാഹിത്യരംഗത്ത് നമ്മുടെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ അവിടെ വളർച്ച താനേ വരും. നമ്മൾ അതിന് വളർച്ചയ്ക്ക് വേണ്ടി ഒരു യത്നവും നടത്തിയിട്ടില്ല. എല്ലാം വളർച്ചകളും എൻ്റെ സാഹിത്യരംഗത്തെ സേവനത്തിന് ലഭിച്ച സമ്മാനങ്ങളായിട്ട് ഞാൻ മാത്രം കാണുന്നു. ഷെവലിയർ സ്ഥാനം സാർ കൈപ്പറ്റിയപ്പോൾ സാറിനുണ്ടായ ഒരു ചേതോവികാരം? അതെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് തന്നെ ആ ഷെവലിയർ സ്ഥാനത്തിൻ്റെ കീർത്തിമുദ്രകളും സ്ഥാനചിഹ്നങ്ങളും ഒക്കെ പാലിയൂർ തീർത്ഥാടക കൺവെൻഷനിൽ വെച്ചാണ് സമ്മാനിച്ചത്. ഇന്നത്തെ കർദിനാളായിട്ട് ക്ലീമീസ് തിരുമേനി, തൂങ്കുഴി പിതാവ്, ആൻഡ്രൂസ് പിതാവ്, റാഫേൽ തട്ടിൽ പിതാവ്, ഇവരെല്ലാവരും ഉള്ള ഒരു സ്റ്റേജിൽ വെച്ചാണ് എനിക്ക് ഷെവലിയർ സ്ഥാനം ലഭിക്കുന്നത്. എന്നോടൊപ്പം തന്നെ പ്രൊഫസർ ജോർജ് മേനാചിരിക്കും ഷെവലിയർ സ്ഥാനമുണ്ടായിരുന്നു. സാറിൻ്റെ മാതാപിതാക്കളിലൂടെ സാറിന് ലഭിച്ച ആ ഒരു മൂല്യങ്ങളുടെ തലത്തിലുള്ള ആ ഒരു ബോധനം, അതേപോലെ തന്നെ ദൈവിക ശുശ്രൂഷയിൽ കാണിക്കേണ്ട തീക്ഷ്ണത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി അത് പാലിച്ചു. മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു കുടുംബനാഥനായി
ഒരു നല്ല പിതാവായി ആ ഒരു പാരമ്പര്യം സാറിൻ്റെ മക്കളിലൂടെ എങ്ങനെ കൊച്ചുമക്കളിലൂടെ എങ്ങനെ തുടരാൻ സാധിക്കുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എല്ലാ ദിവസവും എൻ്റെ ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും ബൈബിൾ വായനയിലൂടെയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാ ദിവസവും 7:30 കുർബാന കാണാൻ പോകും. എൻ്റെ വൈഫ് എല്ലാ ദിവസവും ഈവനിങ്ങിൽ കുർബാന കാണാൻ പോകും. എൻ്റെ മകനും മരുമകളും ഞാൻ പോകുന്ന കുർബാനയ്ക്ക് തന്നെ അവർ പോകും. എൻ്റെ ഇവിടുത്തെ മകൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ആ കുർബാനയ്ക്ക് പോകുന്ന എനിക്ക് 2 ആൺപിള്ളേരാണ്. മൂത്തത് പെൺകുട്ടി, അവൾ കോഴിക്കോടാണ്. 2 ആൺപിള്ളേരും മൂത്തവൻ എല്ലാ ദിവസവും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വികാരിയച്ഛൻ കൊണ്ടുപോകുമ്പോൾ അത് നിത്യാരാധന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതിനൊക്കെ കുട ചൂടുന്ന എല്ലാ ദിവസവും പതിവായിട്ട് എൻ്റെ മൂത്ത മകനാണ്. 2ാമത്തെ മകൻ എല്ലാ ദിവസവും കൊയറിൽ പാടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പഴയ കാലം മുതൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പൈതൃകം ചെയിൻ ബൈ ചെയിനായിട്ട് എൻ്റെയും വൈഫിൻ്റെയും ജീവിതം അത് എൻ്റെ മക്കൾക്ക് കൊടുത്തു. അവരുടെ മക്കൾ അതുപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കോഴിക്കോട്ടേക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ, അവിടെ എൻ്റെ മരുമകൻ്റെ പേര് ജോസ്. 100 കൂട്ടം ജോലി തിരക്കിൻ്റെ ഇടയിൽ പള്ളിക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾ. എൻ്റെ മകൾ അതുപോലെ തന്നെ. അവളുടെ മകളെ കെട്ടിച്ചു കൊടുത്തു. കുറച്ച് അനുഭവം പറയാം. എൻ്റെ മകളുടെ മകൾ സുനിത എന്ന പേര്, അവൾ SLCക്ക് പഠിക്കുന്നു. ഇപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞു. പക്ഷേ അവൾ SLCക്ക് പഠിക്കുന്ന കാലം അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നു ധാരാളം ഉറപ്പുണ്ട്. എങ്കിലും പരീക്ഷക്കാലമായപ്പോൾ അവൾക്കൊരു ടെൻഷൻ, വേണ്ടത്ര മാർക്ക് കിട്ടാതെ പോകുമ്പോൾ ഒരു വെപ്രാളം. എന്തായാലും പരീക്ഷക്കാലം വന്നു. അവൾ പോകാൻ തയ്യാറ്. 1ാമത്തെ ദിവസം പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം അവൾ സ്വന്തമായ അവളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവളുടെ പിതാവ് ജോസി അരികത്തുണ്ട്, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മകളായ ഷേളിയെ വിളിച്ചു. വാമ്മച്ചി, ഞാൻ പോകാം, പരീക്ഷയ്ക്ക് പോകാം, ഞാൻ പ്രാർത്ഥിക്കും, വേഗം പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മകള് പറഞ്ഞു, മോളെ, നിനക്ക് വേണ്ടി മാസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുക, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ആ മറുപടി വേണ്ടത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല സുനിതയ്ക്ക്. വാമ്മച്ചി എന്ന് പറഞ്ഞ് ഒരു അക്ഷമയോട് കൂട്ടിയുള്ള വിളി. വിളി കേട്ടപ്പോൾ എടുത്ത പണി അവിടെ ഇട്ട് കിടന്നുകൊണ്ട് അവൾ പറയുന്നു. അവളും അവളുടെ പിതാവ് ജോസി, എൻ്റെ മകളും ജോസിയും ഈ കൊച്ചും 3 പേരും നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥന ലീഡ് ചെയ്തത് എൻ്റെ മകളാണ്. യേശുവേ, എൻ്റെ മകള് ഇന്ന് SLC പരീക്ഷയ്ക്ക് പോകുന്നു, അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം 5 ലക്ഷത്തോളം കുട്ടികൾ SLC പരീക്ഷ എഴുതുന്നു, അവരെ കൂടി അനുഗ്രഹിക്കണമേ. എൻ്റെ മകൾ അവളുടെ അമ്മയായ എന്നെ വിളിച്ച് അരികെ നിർത്തി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം പരീക്ഷ എഴുതുന്നവരിൽ ഇതുപോലെ സ്വന്തം അമ്മയെ വിളിച്ച് അരികത്ത് നിർത്താൻ ഭാഗ്യമില്ലാത്ത അമ്മമാരില്ലാത്ത ഒരുപാട് കുട്ടികളും പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്, അവരെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ കരയുന്നു, എൻ്റെ കൊച്ചുമോൾ കണ്ണ് തുടയ്ക്കുന്നു, ജോസി കരയുന്നു. അങ്ങനെ കണ്ണ് തുടച്ചിട്ടാണ് 1ാമത്തെ ദിവസം എൻ്റെ കൊച്ചുമോള് സുനിത പരീക്ഷ എഴുതാൻ പോയത്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞു. മെയ് മാസത്തിൽ റിസൾട്ട് വന്നു. 360 പ്രതീക്ഷിച്ച സുനിത മോൾക്ക് കിട്ടിയ മാർക്ക് 517. ഉടനെ കോഴിക്കോട് നിന്ന് എനിക്ക് ഫോൺ ചെയ്തു, പാപ്പാ, എനിക്ക് 517 മാർക്ക്. ഓ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് നീ പഠിച്ചതിനുള്ള മാർക്ക് 360, ബാക്കി നീയും അപ്പച്ചനും അമ്മയും കൂടി നിന്നിട്ട് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി പങ്കുവെച്ച് പ്രാർത്ഥിച്ചില്ലേ, അതിന് ദൈവം തന്ന സമ്മാനമാണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോള് എല്ലാവരും വീട്ടിൽ വന്നപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, ഷേളി, നീ എന്താ അങ്ങനെ ഒരു പ്രാർത്ഥന നിനക്ക് ആ സമയത്ത് തോന്നിയത്? എങ്ങനെയാണെന്ന് അപ്പച്ച, അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഉള്ള കാരണമല്ലേ അവൾ എന്നെ വിളിച്ചേ. ആ നേരത്തെ എനിക്ക് പെട്ടെന്ന് മിന്നൽ പോലൊരു തോന്നൽ വന്നു പ്രാർത്ഥിക്കാൻ. ഇത് ഈ പ്രാർത്ഥനാരൂപിയുള്ള കുടുംബത്തിൽ നിന്ന് ആ തോട്ട് വന്നുള്ളൂ. മറ്റുള്ള കുട്ടികളേക്കും അമ്മയുമില്ലാത്ത കുട്ടികൾക്കും വേണ്ടി ചിന്തിക്കാൻ. അപ്പം ഞാൻ അഭിമാനം കൊണ്ടു, അല്ലാതെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തൊക്കെ വേറെ വഴിക്ക് നല്ല വഴിക്ക് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ അതുപോലെ തന്നെ അല്ലേ.
അപ്പോൾ അത് നമ്മൾ കുടുംബജീവിതത്തിന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്, ഒരു കൃപയാണ് എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഒത്തിരി നിമിഷങ്ങൾ സാറിന് തീർച്ചയായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്യന്താപേക്ഷിതമായൊരു ഘട്ടത്തിൽ ദൈവം സാറിനെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു സംഭവം എന്ന് പറയാം. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരികളെ കെട്ടിച്ച വകയിൽ പല സ്ഥലത്തു നിന്നും കടം വാങ്ങിയിട്ട് ആ സംഖ്യ കൊടുത്തു തീർക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്ന ദിനങ്ങൾ. കടം തന്ന ആളുകൾ എന്നോട് പൈസ ചോദിച്ചു തുടങ്ങി, അത്ര ആരും കിട്ടിയില്ലല്ലോ എന്ന്. എങ്ങനെ വീട്ടും എന്ന് അറിയാൻ പറ്റാതെ വിഷമിക്കുന്ന സമയം. ആരോട് ചോദിച്ചാലും നിവൃത്തിയില്ല, മറ്റു കടം വാങ്ങിക്കുക. രാത്രിയുടെ നിശബ്ദതയിൽ ലൈറ്റൊക്കെ കെടുത്തി പായയിൽ കിടന്ന് നിശബ്ദനായി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ നിസ്സഹായത മനസ്സിലാക്കി ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, ഞാനിങ്ങനെ വിഷമിക്കുന്നു, നേരായ മാർഗത്തിൽ കൂടി മാത്രം നടന്ന ശീലം, മറ്റൊരു മാർഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? കടക്കാർ ചോദിച്ചു തുടങ്ങി. ഇത് കഴിഞ്ഞ് എൻ്റെ ആ കരച്ചിലിന് എനിക്ക് ദൈവം തന്ന മറുപടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കോട്ടയം നാഷണൽ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു ട്രങ്കോള്, എൻ്റെ പബ്ലിഷേഴ്സ് കോട്ടയം നാഷണൽ ബുക്ക് സ്റ്റാള് സാഹിത്യ പ്രവർത്തക സംഘം, അവിടുത്തെ പബ്ലിക്കേഷൻ മാനേജരായ MK മാധവൻ നായരുടെ ഒരു ഫോൺ കോൾ. ആ ജോസാണോ? അതെ ജോസേ, കോൾ അടിച്ചല്ലോ. എന്തേ? ജോസിൻ്റെ മണൽക്കാട് നാടകം പ്രീ ഡിഗ്രിക്ക് ടെക്സ്റ്റായിരിക്കുന്നു. പ്രീ ഡിഗ്രിക്കോ? ഓ, വലിയ നേട്ടമാണല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പ്രീ ഡിഗ്രിക്ക് ടെക്സ്റ്റാക്കാന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന എല്ലാവർക്കും പാഠപുസ്തകം വേണം. അപ്പോൾ അതിൽ കൂടി തന്നെ അതിൻ്റെ റോയൽറ്റി കണക്കാക്കുമ്പോൾ വലിയ സംഖ്യയുണ്ട്. മാധവൻ നായർ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, പാഠപുസ്തകമാക്കുന്ന പുസ്തകത്തിന് സാധാരണ വിട്ട് 10% കൂടി റോയൽറ്റി ഉണ്ട്, വേഗം പെട്ടെന്ന് പൈസ കിട്ടുന്നതല്ലേ ഞങ്ങൾക്ക്, അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എഴുത്തുകാരനും കൊടുക്കും എന്ന് പറഞ്ഞു. ആ ഒറ്റ പുസ്തകം കൊണ്ട് എൻ്റെ വലിയ കടം ദൈവം തീർത്തു എന്നുള്ളതാണ്. പിന്നീടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc ടെക്സ്റ്റ്, പിന്നീട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അപ്പോൾ എന്നെ ഏറ്റവും തകർന്ന അവസ്ഥയിൽ എന്നെ കൈപിടിച്ച് ഉയർത്തുകയും അതിൽ എൻ്റെ കാര്യം ഇടപെടുകയും ചെയ്ത ഒരു അനുഭവം, അതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഒരിക്കലും മറക്കാനാവാത്തതാണ്. കാരണം എല്ലാവർക്കും 10 പേരുണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ. ആ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ 10 പേരുള്ള ആളുകൾക്ക് ഞാൻ എല്ലാവർക്കും പുസ്തകം ബുക്ക് പോസ്റ്റായിട്ട് അയച്ചു. അയക്കുന്നതിന് മുമ്പ് യേശുവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലായിടത്തും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർമാരുടെ അടുത്തൊക്കെ ലീവ് എടുത്ത് പോകാൻ എന്നെ കൊണ്ട് ഹെൽപ്പില്ല. ആ പോയാൽ തന്നെ കാശും കാറും ഒക്കെ ആയിട്ട് നടന്നിട്ടും കൂടി നടക്കാത്ത കാര്യം, ദൈവമേ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ട് വെച്ച് കൊടുത്ത് അയച്ചു. എല്ലാവർക്കും പോസ്റ്റായിട്ട് അയച്ചു. അതിൽ അന്നത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ MP മൻമോഹൻ നായരായിരുന്നു. അത് ദൈവം ഇടപെട്ട മറ്റൊരു കാര്യം, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് അറിയില്ല, അദ്ദേഹം തീരെ അറിയില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് എഴുതിയ കവറിംഗ് ലെറ്ററിൽ ഞാൻ ഒരു കത്തെഴുതി, ഞാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കുറുക്കമ്മയിൽ ചെറിയ ക്ലർക്ക് ഉദ്യോഗമാണ്, കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ എഴുതുന്നുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞായറാഴ്ച ഒരു ദിവസം സായാഹ്നത്തിൽ സവാരി ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ പാറേമക്കാവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അതിമനോഹരമായ സ്വരത്തിൽ ഒരു കഥാപ്രസംഗം കേട്ടു. ആ സ്വരം എന്നെ ആകർഷിച്ചു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ആരാ കഥാപ്രസംഗം നടത്തുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ MP മൻമോഹൻ നായരാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, നിങ്ങൾ പോക്കോ, നല്ല സുന്ദരമായ ഭാഷയും നല്ല പ്രസൻറ്റേഷനാണ്, അതുകൊണ്ട് ഞാനിത് കേട്ടാൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് താങ്കളെ ഞാൻ കണ്ട അനുഭവം, താങ്കൾക്ക് എന്നെ പരിചയമില്ല എന്ന് പറഞ്ഞു. ഇത് മാത്രം ഞാൻ അത് എഴുതാൻ എന്തുകൊണ്ട് തോന്നി എനിക്കറിയില്ല, അങ്ങനെ എഴുതി. അതിനുശേഷം ഈ ട്രങ്കോൾ വന്നു. പിന്നീട് തൃശ്ശൂർ അടുത്തുള്ള പുത്തൂര് ഒരു ഖാദി ക്യാമ്പിൽ മൻമോഹൻ നായർ വന്ന് പ്രസംഗിക്കുന്നുണ്ടെന്ന് പേപ്പറിൽ വായിച്ചു. അന്ന് അര ദിവസം ലീവ് എടുത്ത് ഞാൻ മൻമോഹൻ നായരെ കണ്ട് നന്ദി പറയാൻ ചെന്നു. അന്ന് തന്നെ നന്ദി പറഞ്ഞ് കത്തെഴുതി, ഞാൻ നേരിട്ട് കണ്ട് നന്ദി പറയാം.
അപ്പോൾ ജോസാണോ, ഞാൻ ജോസ് ഒരു പയ്യനാണെന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ഓരോ വഴിക്ക് ഒരുക്കിയില്ല. അങ്ങനെ അല്ലാതെ എനിക്ക് കിട്ടുമായിരുന്നില്ല. ഞാനും വെറുതെ ബുക്ക് പോസ്റ്റ് അയച്ചു, കിട്ടണമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ആ ആദർശത്തിന് കിട്ടിയ ബഹുമതി ഏറ്റുകൊള്ളാൻ ഞാൻ കാണുന്നത്. വിശ്വ നാടക വേദിയുമായിട്ട് പലപ്പോഴും നമ്മുടെ നാടകകൃത്തുകളിൽ പലർക്കും ഒരു ബന്ധമുണ്ട്. അപ്പോൾ വായിച്ചതിൻ്റെ സ്വാധീനം അവരുടെ നാടകങ്ങളിൽ മിക്കവാറും കാണാം. സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു സ്വാധീനം അല്ലെങ്കിൽ അവ വായിച്ചുണ്ടായ ആ ഒരു അനുഭവങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊന്ന്? ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ, സോഫോക്ലീസിൻ്റെ നാടകങ്ങൾ, അങ്ങനെ പല നാടകൃത്തുക്കളുടെ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ. എന്നെ ഏറ്റവും ആകർഷിച്ചതും ജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ എന്നെ പ്രേരിപ്പിച്ചതുമായ ഇബ്സൻ്റെ നാടകങ്ങളാണ്. ഇബ്സൻ്റെ നാടകങ്ങൾ മറ്റാരുടെ നാടകത്തെക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചു. ആദ്യത്തെ ഇഷ്യൂസ് കൊണ്ടുവരുന്നതും അതിൻ്റെ സംഘർഷാത്മകമായ രീതിയിലുണ്ട്. ഷേക്സ്പിയറിൻ്റെയൊക്കെ ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹം അതാത് സന്ദർഭത്തിനനുസരിച്ചുള്ള ഡയലോഗ് മനോഹരമായിട്ട് പറയുന്ന ആളാണ്. എങ്കിൽ പോലും ജീവിതവുമായി ബന്ധപ്പെട്ട രീതിയിൽ വരുമ്പോൾ ആ ഡോൾസ് ഹൗസും ഗോസ്റ്റും ഒക്കെ വായിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവം. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാടകൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇബ്സനായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഏറ്റവും കഴിവുള്ള നാടകൃത്തുകൾ എന്ന് പറയുമ്പോൾ വേറെ പല ആളുകളുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, ഈഡിപ്പസിൻ്റെ കഥയൊക്കെ ഞാൻ ആരംഭകാലത്ത് വായിച്ചപ്പോൾ നാടകത്തിൽ നിന്ന് പിന്മാക്കണം എന്ന് തോന്നി എനിക്ക്. കാരണം എന്തൊരു വിപുലമായൊരു നെയ്തിട്ടാണ് ഒരു കഥ കൊണ്ടുവന്നാണ്. ഇങ്ങനെയൊക്കെ ഒരു നാടകം എഴുതാൻ ആരെക്കൊണ്ട് സാധിക്കും? ഞാൻ നാടകരംഗത്തൊന്നും തീരെ ഉയരാൻ സാധ്യതയില്ലാത്ത ഒരാളായെന്ന് മാറും എന്നുള്ള പിന്നാക്കുമ്പോൾ അത്ര വലിയ ഇതായിരുന്നു. അത് ഓരോ നിമിഷവും നമ്മൾ വിഷമിക്കുന്ന മാതിരിയാണ്. പിന്നെ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, ഞാൻ നാടക രംഗത്ത് വന്നതിന് ശേഷമാണ് നാടകത്തിൽ കൂടുതൽ പഠിക്കാൻ ഓരോ നാടകം പുതിയ പഠനം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിലെഴുതിയ പുസ്തകം നാടകമല്ല, നാടകത്തെക്കുറിച്ചുള്ള ലക്ഷണ ഗ്രന്ഥമാണ്. നാടകരചന എന്ത്, എങ്ങനെ എന്നുള്ളത്. കാരണം ഞാൻ ഇറങ്ങുന്ന കാലത്ത് എനിക്കിതുപോലെ ആശ്രയിക്കാൻ പുസ്തകമില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കുള്ള നാടകത്തിൻ്റെ കഴിവുകൾ, നാടകം എന്താണ്, എങ്ങനെയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ഒരു 3 കൊല്ലത്തെ അധ്വാനമാണ്. എന്താണ് നാടകം, എന്തിനാണ് നാടകം, എങ്ങനെയാണ് നാടകം. എൻ്റെ 58-56 കൊല്ലത്തെ നാടകത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഇതിവൃത്തം കിട്ടി, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു, എങ്ങനെ കഥാപാത്രങ്ങൾ കിട്ടി, അതിനെ എങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കി, അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി 3 കൊല്ലത്തെ അധ്വാനം. ഇൻ്റർനാഷണൽ നാടകങ്ങളെക്കുറിച്ച് പഠിച്ചു, ഇന്ത്യൻ നാടകങ്ങളെക്കുറിച്ച് പഠിച്ചു, മലയാള നാടകങ്ങളെക്കുറിച്ചും പഠിച്ചു. എല്ലാം അത് വെച്ചിട്ട് എൻ്റെ നാടകങ്ങളുടെ അനുഭവങ്ങൾ വെളിച്ചത്തിലുള്ള ഒരു നാടക ലക്ഷണ ഗ്രന്ഥം. അത് ഇനി മരിക്കുന്നതിന് മുമ്പ് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ച് തുടങ്ങി. എഴുതി കഴിഞ്ഞപ്പോൾ പുസ്തകമാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് വിഷമിച്ചു. പക്ഷേ പുസ്തകമാക്കി. ഇപ്പോഴും ദൈവം അത് നടന്നിരിക്കും. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പുസ്തകം നാടക സംബന്ധമായ ലക്ഷണ ഗ്രന്ഥമാണ്, ഒരു പഠന ഗ്രന്ഥം. കാഴ്ചയിലും അതുപോലെ സാറിൻ്റെ പ്രവർത്തനങ്ങളിലും സംസാരത്തിലും ഒക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് യുവത്വമാണ്. എങ്കിലും ചോദിക്കട്ടെ, ഇപ്പോൾ എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 82 വയസ്സായി. എന്നോട് ആരെങ്കിലും വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സ് 82, മനസ്സ് 42 എന്ന് പറയും. നമ്മുടെ പ്രായം നിശ്ചയിക്കുന്ന നമ്മുടെ മനസ്സാണ്. നമുക്ക് ചൊടിയും മിടുക്കും നമ്മുടെ മനസ്സിൻ്റെ യുവത്വം ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മുടെ പ്രവൃത്തിയിൽ കാണും. എൻ്റെ മേശപ്പുറത്തൊരു സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം പ്രത്യാശയുണ്ടോ അത്രമാത്രം നിങ്ങൾ യുവാവായിരിക്കും. നിങ്ങൾക്ക് എത്ര ആത്മവിശ്വാസമുണ്ടോ അത്രയും നിങ്ങൾ ചെറുപ്പമായിരിക്കും. നിങ്ങൾക്ക് എത്രമാത്രം നിരാശയും സംശയവുമുണ്ടോ അത്രയ്ക്കും നിങ്ങൾ വൃദ്ധനായിരിക്കും. ഈ സെൻറ്റൻസ് ആർക്കും ഒരു പ്രചോദനമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ഒന്നാമത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാർദ്ധക്യത്തിന് അടുത്ത് വരാൻ തോന്നില്ല. കാരണം നമ്മുടെ പ്രവർത്തനം യുവത്വത്തിൻ്റെ കരുത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇപ്പോൾ അതിന് വയസ്സേ കൂട്ടാക്കാറില്ല. ഞാൻ ഏത് സമയത്ത് പോണേ ഇവിടുന്ന് ലോകം വിടാൻ തയ്യാറായിട്ടാക്കണം. എനിക്കൊരു പരാതിയില്ല. പല എഴുത്തുകാരും അവൻ്റെ അവസാന കാലമൊക്കെ ആകുമ്പോൾ അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മരണത്തെക്കുറിച്ച്, വേർപാടിനെക്കുറിച്ച്, വ്യതയെക്കുറിച്ചൊക്കെ. എനിക്കതില്ല. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ്. കാരണം ഞാൻ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്തു വീട്ടുകാരോടും
സമൂഹത്തിനൊക്കെ ചെയ്തു എന്നുള്ള സംതൃപ്തിയിലാണ്. ഇനിയും ഉള്ള സമയമൊക്കെ ഇനിയും ചെയ്യാൻ ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വിട്ട് മറ്റു ലോകത്തേക്ക് പോകുന്ന അതിനെപ്പറ്റി ആവലാതിയോ ആശങ്കയോ വിഷമമോ ഇല്ല. ഒരു വലിയ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ഞാൻ കാത്തിരിക്കുന്നത്. വളരെയധികം അനുകരണീയമായ വാക്കുകളാണ്, പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് തീർച്ചയായിട്ടും സാറ് പറഞ്ഞത്. ഈ പ്രായത്തിൽ റിട്ടയർ ചെയ്തതിന് ശേഷം ഒക്കെ കഴിയുന്ന ആളുകൾ എല്ലാം തീർന്നു എന്ന ചിന്തയോടുകൂടി മരണത്തെ കാത്തുകിടക്കുന്ന, അങ്ങനെ തന്നെ അധികം വൈകാതെ മരണം പുലുകുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. ടാഗോർ പാടുന്നുണ്ട്, എൻ്റെ ഏറ്റവും മനോഹരമായ പാട്ട് ഇനിയും ഞാൻ പാടാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർമ്മനിരതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം ഇനിയും ഞാൻ ചെയ്യാനിരിക്കുന്നതേയുള്ളൂ, ഏറ്റവും മഹത്തരമായ ഒരു സൃഷ്ടി ഇനിയും എന്നിൽ നിന്ന് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന തരത്തിൽ പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന സാറിൻ്റെ വാക്കുകൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും, ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം പ്രത്യാശ നൽകുന്നു. ഭാവിയിലേക്ക് കൂടുതൽ ക്രിയാത്മകതയോടുകൂടി, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ജീവിക്കാൻ ഞങ്ങളെല്ലാം അത് പ്രേരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ CL ജോസ് എന്ന അനശ്വരനായ സാഹിത്യകാരൻ്റെ ജീവിത വഴികളിലൂടെയും അദ്ദേഹത്തിൻ്റെ സർഗാത്മക സാഹിത്യ വഴികളിലൂടെയും സഞ്ചരിക്കുകയായിരുന്നു. ധാർമ്മിക ശക്തി ഉയർത്തിപ്പിടിച്ച് സാഹിത്യ വഴികളിൽ ധാർമ്മിക മൂല്യങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ശ്രീ CL ജോസ് സാറിന് 82 വയസ്സിലും 40ൻ്റെ ചുറുചുറുക്കോടുകൂടി സാഹിത്യേതര കർമ്മ പഥങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് വിരാജിക്കുന്ന സാറിന് പ്രാർത്ഥനാശംസകളും ആയുരാരോഗ്യ മംഗളങ്ങളും നമുക്ക് നേരാം.